എക്സിറ്റ് പോൾ ഏജൻസികൾ സാമ്പിൾ ശേഖരിക്കാൻ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് CPM നേതാവും തൃക്കരിപ്പൂരിലെ LDF സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ VPP മുസ്തഫ. നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് എക്സിറ്റ് പോൾ നടക്കുന്നത്. തൃക്കരിപ്പൂരിൽ കംഫർട്ടബിൾ മാർജിനിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി അമൃത വാർത്തകളോട് പറഞ്ഞു. ചെങ്കോട്ടയായ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസ് വിജയിക്കുമെന്ന സർവേ ഫലം സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് നിന്ന് അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ കാണാനും പ്രതികരണം തേടാനുമുള്ള സാഹചര്യം കഴിഞ്ഞ ദിവസമുണ്ടായ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പ്രകാരം ചെങ്കോട്ടയായി തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന തൃക്കരിപ്പൂരിലടക്കം UDF വിജയിക്കുമെന്ന പ്രവചനമാണ് ഒന്നിലധികം ഏജൻസികൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ശ്രീ VPP മുസ്തഫയുടെ പ്രതികരണം തേടാം. താങ്കൾ എങ്ങനെയാണ് നോക്കുകയാണ്? താങ്കളുടെ അടക്കം ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടാവും ഈ കാര്യം. കഴിഞ്ഞ ദിവസം വൈകിട്ട് മുതൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളിലും ചർച്ചയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ സംബന്ധിച്ച്. അതോടൊപ്പം തൃക്കരിപ്പൂരും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പതിവിന് വിപരീതമായി അത് UDFന് വിജയം സമ്മാനിക്കുമെന്ന രീതിയിലാണ് പല ഏജൻസികളും പ്രവചിച്ചിട്ടുള്ളത്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, എക്സിറ്റ് പോളുകൾ നടത്തുന്ന ഏജൻസികൾ അവരുടെ സാമ്പിൾ എങ്ങനെയാണ് ശേഖരിക്കുന്നത് എന്നതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണല്ലോ അത് നിൽക്കുന്നത്. ഇപ്പോൾ എക്സിറ്റ് പോളുകളുടെ ഒരു ചരിത്രം നോക്കിയാൽ 2006 മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDFന് എക്സിറ്റ് പോളുകളിൽ നൽകിയിട്ടുള്ള സീറ്റുകളേക്കാൾ സീറ്റ് കൂടുതലാണ് വോട്ട് എണ്ണിയപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2021 എടുത്താൽ 10ഓളം ഏജൻസികൾ നടത്തിയ പ്രഖ്യാപനങ്ങളുടെ ഒരു ആവറേജ് എടുത്താൽ എക്സിറ്റ് പോളിൽ 82 സീറ്റാണ് LDFന് പ്രഖ്യാപിച്ചത്. പക്ഷേ ലഭിച്ചതാകട്ടെ 99 സീറ്റാണ്. 2016 എടുത്താൽ 80 സീറ്റാണ് ആവറേജ് എല്ലാ എക്സിറ്റ് പോളുകളിലും LDFന് വന്നത്. എന്നാൽ ലഭിച്ചത് 91 സീറ്റാണ്. ഇത് 2006 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് എക്സിറ്റ് പോളുകളിൽ ഏജൻസികൾ എടുക്കുന്ന സാമ്പിളിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ നിലയിലുള്ള ഒരു സംശയം നിൽക്കുന്നുണ്ട്. കാരണം ഈ സാമ്പിളുകൾ പലപ്പോഴും നഗരങ്ങൾ കേന്ദ്രീകരിച്ചാകുന്നുണ്ടോ എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് പോളുകൾ വേണ്ടത്ര കൃത്യതയോടുകൂടി വരാതിരിക്കാൻ കാരണമായിട്ട് നിൽക്കുന്നത്. തൃക്കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അനുഭവം. 2021 കേരളത്തിലെ നൂറ്റാണ്ട് പിന്നിട്ട ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനം തൃക്കരിപ്പൂർ മണ്ഡലം UDF ജയിക്കും എന്നാണ് എക്സിറ്റ് പോളിൽ പറഞ്ഞത്. 2021 അവരുടെ എക്സിറ്റ് പോൾ അവതരിപ്പിച്ച അതേ അവതാരകൻ തന്നെയാണ് ഇന്നലെ അവരുടെ ചാനലിൽ ഇന്നലത്തെ എക്സിറ്റ് പോളും അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ തൃക്കരിപ്പൂരിൻ്റെ അനുഭവം എന്താ? 2021 വോട്ടെണ്ണിയപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ നാളിതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു. 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീ രാജഗോപാലൻ രണ്ടാം തവണ 2021 തൃക്കരിപ്പൂരിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഡോക്ടർ VPP മുസ്തഫ, ഇത്തവണ നമ്മുടെ പാർട്ടിയുടെ കണക്കുകൾ ഉണ്ടാവുമല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. എങ്ങനെയാണ് CPMന്റെ വിലയിരുത്തലുകൾ? അത് ഈ മണ്ഡലാടിസ്ഥാനത്തിൽ പഞ്ചായത്തുകൾ തോറും താങ്കൾക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും തൃക്കരിപ്പൂർ മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്നുള്ളത് തന്നെയാണ് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണക്ക് കൂട്ടിയിട്ടുള്ളത്. അത് മാറി വരാനുള്ള വേറെ എന്തെങ്കിലും രാഷ്ട്രീയ സാഹചര്യം ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്ന് മാത്രമല്ല, ഇത്തവണ കുറെ കൂടി അനുകൂലമായ അന്തരീക്ഷമാണ് നിൽക്കുന്നത്. അത് കേരളത്തിലെ LDF സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ, ഈ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള പൊതുവായ സ്വീകാര്യത, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ LDF കുറെ കൂടി ശക്തമായ നിലയിൽ തന്നെ ഈ മണ്ഡലത്തിൽ ജയിച്ചു വരും. അത് തന്നെയാണ് ഞങ്ങളുടെ അസസ്മെന്റ്. എങ്ങനെയാണ് മണ്ഡലത്തിലെ ഈ ഒരു കണക്കൂട്ടൽ? പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പാർട്ടി വോട്ടുകൾ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു വിശദീകരണം നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാൻ സാധിക്കും? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് സ്ഥിരമായി മേൽക്കൈ ലഭിക്കുന്ന പഞ്ചായത്തുകൾ പിലിക്കോട്, കയ്യൂർ ചീമേനി, ചെറുവത്തൂർ, ഇതെല്ലാം പതിവ് പോലെ തന്നെ നല്ല ഭൂരിപക്ഷം ഇത്തവണയും ഇടതുപക്ഷത്തിന് നൽകും. പെലിക്കോട് ഏതാണ്ട് 9,000 10,000-നടുത്ത് വരും. കയ്യൂർ ചീമേനിയും ആ നിലയിലുള്ള വലിയ മുന്നേറ്റം ഉണ്ടാകും. ചെറുവത്തൂരും മെച്ചപ്പെട്ട ഭൂരിപക്ഷം നൽകും. നീലേശ്വരം നഗരസഭയിലും ഇടതുപക്ഷത്തിന് മേൽക്കൈ നേടാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇത്തവണ കേരളത്തിലാകെയുണ്ടായ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിലും ആ നഗരം തുടർച്ചയായി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയാണ് ആ നഗരസഭ. അവിടെയും ഇടതുപക്ഷത്തിന് വലിയ കയ്യൂർ ചീമേനിയുടെയൊക്കെ അത്രയും അല്ലെങ്കിൽ പോലും ഒരു മുൻതൂക്കം നേടാൻ വേണ്ടി ഇടതുപക്ഷത്തിന് ഒരു മുൻതൂക്കമുള്ള നഗരസഭ തന്നെയാണ്. താങ്കൾ ഇപ്പോൾ ദിവസങ്ങളിലും എങ്കിലും ചോദിക്കുന്നു, താങ്കൾ പ്രതീക്ഷിക്കുന്ന ഒരു ഭൂരിപക്ഷം എത്രയാണ്? അത് പാർട്ടി കണക്കു കൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ അല്ല, അതൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു എണ്ണം പറയുന്നത് ഉചിതമായ ഒന്നായിരിക്കില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നതിൽ സ്വാഭാവികമായിട്ടും തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ UDFന് ലീഡ് നൽകുന്ന
വലിയ ലീഡ് നൽകുന്ന 2 പഞ്ചായത്തുകളേ ഉള്ളൂ. അത് തൃക്കരിപ്പൂരും ഈസ്റ്റലേരിയുമാണ്. അതിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ ഇത്തവണ ഞാൻ ആ പഞ്ചായത്തുകാരനാണ് എന്നുള്ളത് കൊണ്ട് UDFന്റെ വലിയ ലീഡ് ഇത്തവണ ഉണ്ടാകില്ല. അത് കുറയാനാണ് സാധ്യത. പിന്നെ ഈസ്റ്റേൺ ഏരിയയാണ് അവർക്ക് കുറച്ച് സാധ്യതയുള്ളത്. അതും കഴിഞ്ഞ തവണത്തെ പോലെ വലിയ നിലയിൽ മുന്നോട്ട് പോകാൻ ഇടയില്ല, അവരുടെ ഇടയിലെ കോൺഗ്രസിലെ ആഭ്യന്തര കുഴപ്പങ്ങൾ. പിന്നെയുള്ളത് പടന്നയും വെസ്റ്റേൺ ഏരിയയുമാണ്, വലിയുറമ്പും. അതൊക്കെ ഒരു ആവറേജ് നിലയിൽ നിൽക്കുന്നതാണ്. വലിയ ഭൂരിപക്ഷം ഒരു കക്ഷിക്കും നൽകാത്തതാണ് വെസ്റ്റേൺ ഏരിയയും പടന്നയും വലിയുറമ്പും എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ നല്ല കംഫർട്ടബിൾ മാർജിനിൽ തന്നെ ഇടതുപക്ഷം ഇത്തവണ തൃക്കരിപ്പൂർ മണ്ഡലം നിലനിർത്തും. അതിൽ യാതൊരു ടെൻഷനുമില്ല, ഒന്നും ചിന്തിക്കാനില്ല. ഞാനത് ആവർത്തിക്കുന്നു. 2021 തൃക്കരിപ്പൂർ മണ്ഡലം UDF ജയിക്കുമെന്നാണ് എക്സിറ്റ് പോളിൽ പറഞ്ഞത്. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് LDFന് ലഭിച്ചത്. അപ്പോൾ തൃക്കരിപ്പൂരിലെ മണ്ഡലത്തിലെ എക്സിറ്റ് പോൾ പ്രവചനം സംബന്ധിച്ച് യാതൊരു ആശങ്കയോ അത് സംബന്ധിച്ച് മറ്റ് കാര്യങ്ങളൊന്നും തന്നെ സ്ഥാനാർത്ഥി ചിന്തിക്കുന്നില്ല. നല്ല കംഫർട്ടബിൾ മാർജിനിലുള്ളൊരു വിജയം തന്നെ ഡോക്ടർ VPP മുസ്തഫ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചത്. എക്സിറ്റ് പോൾ ഫലങ്ങളെടുത്ത രീതിയെ പോലും അദ്ദേഹം തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഗ്രാമങ്ങളിലേക്ക് എക്സിറ്റ് പോൾ എത്തിച്ചേരുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഡോക്ടർ VPP മുസ്തഫ പങ്കുവെക്കുകയാണ്. കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.